ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഡീകൂപ്പേജ് ക്രാഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വീട്ടിൽ ഏത് പ്ലാസ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രമോ കുപ്പിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഫസ്റ്റ് നമ്മൾ വൈറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് അടിക്കുന്നുണ്ട്. അതിന് മുകളിൽ നിങ്ങൾക്ക് ഏതാ ഫേവറേറ്റ് കളർ അത് അടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ഡീകൂപ്പേജിനുള്ള ടിഷ്യൂ പേപ്പർ കിട്ടും. അതിൽ പല കളറിലുള്ള ഡിസൈൻസ് ഉണ്ടാവും. അത് വെക്കുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? ഡീകൂപ്പേജ് ഗ്ലോസ്, ഇതൊരു പശ പോലെയുള്ള ഒരു സാധനമാണ്. ഇതും നമുക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. അത് കുറച്ചെടുത്ത് ഫുള്ളായിട്ട് നമ്മൾ ബോട്ടിൽ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ നിങ്ങൾ കാണുന്നുണ്ടോ, അതാണ് ഡീകൂപ്പേജ് ടിഷ്യൂ. അപ്പോൾ അതെടുത്ത് ഒട്ടിച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പെയിൻറ് ചെയ്തതുപോലെ തന്നെ ഇരിക്കും ലാസ്റ്റ്. ഓക്കെ, ഇതിൽ 3 ലെയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ലെയർ മാത്രം ഇങ്ങനെ കീറിയെടുക്കുക. സിസേഴ്സ് ഉപയോഗിക്കരുത്. കൈകൊണ്ട് കീറി കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക നിങ്ങളുടെ ബോട്ടിലിൻ്റെ സൈസിനനുസരിച്ച്. ഓക്കെ, അങ്ങനെ വെച്ചതിന് ശേഷം അതിൻ്റെ ചുറ്റും ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യാനായിട്ട് കുറച്ച് വൈറ്റ് എടുത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് വീണ്ടും അടിച്ചു കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അതിനുശേഷം കുറച്ച് ഗ്ലോസും കൂടെ എടുത്ത് ആ പടത്തിൻ്റെ മുകളിൽ അടിക്കുന്നു. ഫിനിഷ്. ക്രാഫ്റ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.